എന്തു വന്നാലും ആത്മഹത്യ ചെയ്യുമെന്ന് തറപ്പിച്ചു പറഞ്ഞ അഫാൻ. ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയും. എന്തു വന്നാലും താനും ജീവനെടുക്കുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടലിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ. ഈ സാഹചര്യത്തിൽ അഫാന് പ്രത്യേക സുരക്ഷാ സംവിധാനമൊരുക്കും. 24 മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും. അഫാനൊപ്പമുള്ള തടവുപുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അഫാൻ ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമായിരുന്നുവെന്ന് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. താനും ജീവനെടുക്കുമെന്നും കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നുവെന്നും അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചെന്ന് വെളിപ്പെടുത്തിയ അഫാൻ 8 ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിലെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയതോടെയാണ് ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത സ്പെഷ്യൽ സബ് ജയിലിന് പകരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. വിദേശത്ത് 15 ലക്ഷവും നാട്ടിൽ കൂടിപ്പോയാൽ 12 ലക്ഷത്തിന്റെയും കടമുണ്ടെന്നാണ് അഫാന്റെ പിതാവ് പറഞ്ഞത്. എന്നാൽ 65 ലക്ഷം കടബാധ്യതയെന്ന മകന്റെ മൊഴി കേട്ട് ഞെട്ടുകയായിരുന്നു ഈ പിതാവ്. എന്നാൽ കുടുംബത്തിന് വൻ കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. കടം നൽകിയവരെയും വായ്പ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയും സമീപിച്ചാണ് പോലീസ് കടബാധ്യത ഉറപ്പിച്ചത്. വിദേശത്തെ പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ 2022 മുതൽ വരുമാനം കുറഞ്ഞു തുടങ്ങി. പക്ഷേ മുമ്പുണ്ടായിരുന്ന ആർഭാട ജീവിതം മാറ്റാൻ അഫാനും അമ്മയും അടങ്ങുന്ന കുടുംബം തയ്യാറായില്ല. പലരിൽ നിന്നും ലക്ഷങ്ങൾ കടവും പലിശയ്ക്ക് പണവും വാങ്ങിയാണ് കടം 65 ലക്ഷത്തോളം എത്തിയത്. ദിവസം 10,000 രൂപ വരെ പലിശയായി നൽകേണ്ടി വന്നെന്നും അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാവരെയും കൊലപ്പെടുത്തി മരിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ ജീവനക്കാരോട് പറഞ്ഞു. കൂടാതെ ഉടൻ തന്നെ ഞാൻ മരിക്കുമെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്.